ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷി ഓഫീസും കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഗോമതി ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ മീനാക്ഷിക്ക് സംശയം തോന്നുന്നുണ്ട് കേട്ടോ, ഈ പൈസ എവിടുന്ന് അമ്മയും ചോദിക്കുമ്പോൾ ദേവി പറയുന്നുണ്ട്, അത് നീ അറിഞ്ഞില്ലായിരുന്നോ? ആകാശ് പറഞ്ഞിട്ട് മറ്റേ വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ട് തന്നതാണ്. ആകാശ് പറഞ്ഞിട്ടോ? എന്തൊക്കെയാണ് പറയണം അമ്മേ? അതെ, വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇവിടെ അടുത്ത് വരെ പോകണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ട് ക്യാഷ് തന്നിട്ട് പോവാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊണ്ട് തന്നത് ആകാശിനെയാണ് വിളിച്ച് പറഞ്ഞത്. അതെയോ? അപ്പോൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവിടെ മിത്ര വരുന്നത് കേട്ടോ. വന്നോണ്ട് തന്നെ ചേച്ചി എന്താ നേരത്തെ ആയെന്ന് എന്നിങ്ങനെ മീനാക്ഷി ചേച്ചിയോട് ചോദിച്ചിരിക്കുമ്പോൾ തന്നെ മീനാക്ഷി പെട്ടെന്ന് പറയാം, എന്തായാലും നീ എത്തിയല്ലോ, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഈ കാര്യം നീ തന്നെ ഞാൻ കൈയോടെ പിടിച്ചോ. എന്താ മീനാക്ഷി ചേച്ചിന്ന് ചോദിക്കാട്ടോ മിത്ര. ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കവർ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് തുറന്ന് ക്യാഷ് എടുത്ത് മിത്രയുടെ കയ്യിലേക്ക് നീട്ടുമ്പോൾ തന്നെ സ്റ്റോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് 2-3 ആൾക്കാർ അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ അന്തം വിട്ട് പോവാണ്. ഇതൊക്കെ ആരാ? അപ്പോഴാണ് അയാൾ പറയുന്നത്, ഞങ്ങൾ വിജിലൻസ് ഓഫീസിൽ നിന്നാണ്, കൈക്കൂലി പണം തടയാൻ വേണ്ടി വന്നതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ദേവി പെട്ടെന്ന് വിജിലൻസ് ചെയ്യുന്നോ? എന്തൊക്കെയാണ് പറയണ? കൈക്കൂലിയോ? അങ്ങനെയൊന്നുമില്ല. എന്താ നിങ്ങളൊക്കെ ആരാ? എന്താ? ഞങ്ങളൊക്കെ ആരാന്ന് ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ വിശദീകരിച്ച്. മീനാക്ഷി, താങ്കളുടെ പേരിൽ ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. കൈക്കൂലി കേസിലാണ് പരാതി. താങ്കൾ കൈക്കൂലി ചോദിച്ചു എന്നും അദ്ദേഹം കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നടന്നിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്തില്ല, പതിന് പകരം 25,000 നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൈക്കൂലി ചോദിച്ചില്ലേ? ഇല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. കള്ളം പറയണ്ട, തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾ പറയുന്നു, പക്ഷേ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതെ, ഞങ്ങൾ അതിൽ പൊടി കലർത്തിയിട്ടുണ്ട്. അത് ആ വെള്ളത്തിലേക്ക് നിങ്ങളുടെ കൈ അങ്ങോട്ട് മുക്കിക്കേ. ഇതിൻ്റെ നിറം മാറുമെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇത് ഞങ്ങൾ തന്ന ക്യാഷാണ്, കൈക്കൂലി ക്യാഷ്. അതല്ല എന്നുണ്ടെങ്കിൽ സാർ, ഇത് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വീണ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടമായിട്ട് വാങ്ങിയ ക്യാഷാണ്, അല്ലാതെ കൈക്കൂലിയൊന്നും ആരും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതെ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ അതിലൊക്കെ കൈ മുക്ക്, അപ്പോൾ കളർ മാറുന്നുണ്ടോ നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യം, ഞങ്ങൾ പറയുന്നത് കള്ളം. ശരി, എനിക്കൊന്നിനും ഒരു പേടിയില്ല. അയ്യോ, എൻ്റെ മീനാക്ഷിനെ ഒന്നും ചെയ്യല്ലേ, നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കണേ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക. അമ്മ എന്തിനാ ഇവരുടെയൊക്കെ കാല് പിടിക്കാൻ പോണത്? ഞാൻ എന്താ കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് അമ്മ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ ചെയ്യോ? ഞാനൊരു തെറ്റും ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ആരെയും പേടിക്കണ്ട, നിങ്ങളിങ്ങോട്ട് കാണിച്ചേ എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു വെള്ളം അവർ കാണിക്കുമ്പോൾ മീനാക്ഷി അതിലേക്ക് കൈ മുക്കാണ് കേട്ടോ. സെക്കൻഡ് കഴിഞ്ഞില്ല, അതിൻ്റെ കളർ അങ്ങോട്ട് മാറി പർപ്പിളായിട്ടുണ്ട്. അത് കാണുമ്പോൾ മീനാക്ഷി അന്തം വിട്ട് പോവാട്ടോ. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ എല്ലാവരും പേടിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ ആ വന്ന ഉദ്യോഗസ്ഥൻ പറയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും അറസ്റ്റ് വാറണ്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇല്ല സാർ, എന്നെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് ആ ക്യാഷല്ല, ഞാൻ ആരെയൊന്നും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥയുമല്ല. ഇനി നിങ്ങളിവിടെ കിടന്നുകൊണ്ട് ചലിച്ചിട്ട് കാര്യമൊന്നുമില്ല, തെളിവോട് കൂടി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കാം. വന്നോ? അയ്യോ സാർ, ദയവ് ചെയ്ത് ഒന്ന് പറയുന്നത് കേൾക്ക്, ഞാനത് ചെയ്തിട്ടില്ല, നിങ്ങളോട് പറഞ്ഞ പുറത്തേക്ക് വരാൻ. അങ്ങനെ മീനാക്ഷിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബാക്കി എല്ലാവരും നല്ലപോലെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ അവിടെ നിന്നും കൊണ്ട്. ഇതെല്ലാം അപ്പുറത്തെ വീട്ടിൽ മോളിൽ നിന്നുണ്ട് അച്യുതൻ കണ്ടങ്ങ് ചിരിച്ച് രസിക്കുന്നുണ്ട് കേട്ടോ. അയാൾക്ക് കിട്ടിയ ഇതുപോലൊരു അവസരമല്ലേ മീനാക്ഷി ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അച്യുതന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് ചിരിക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പത്രക്കാരും റിപ്പോർട്ടർ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എടുക്കാനായിട്ട്. ഇവരെല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ടുണ്ടല്ലോ. അവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം നിങ്ങൾ കൈക്കൂലി വാങ്ങിയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് തെറ്റ് ചെയ്യാത്തോടുള്ള ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല, ഇതെന്നെ ചതിച്ചതാണെന്ന് മീനാക്ഷി പറയുന്നുണ്ട്. സത്യം എപ്പോഴായാലും പുറത്ത് വരും, നിങ്ങൾ ഉറപ്പായിട്ടും പുറത്ത് വരും, ഞാനത് ചെയ്തിട്ടില്ല എന്ന് മീനാക്ഷി നല്ല ബോൾഡോടുകൂടി ആ പത്രക്കാരോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി മിത്രയും ദേവിയൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്, സാറേ നിങ്ങൾക്ക് മീനാക്ഷി കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം, ദേവി ഇത് ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുപോകരുത്. അതെ, ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ എങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്കറിയാം, നിങ്ങളിങ്ങോട്ട് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കേട്ടല്ലോ. തൊട്ട് പുറകെ വന്ന പോലീസ് ജീപ്പിൽ വന്ന വനിതാ പോലീസ് ഒക്കെ ആയിട്ട് നമ്മൾ മീനാക്ഷിനെ പിടിച്ച് കയറ്റാട്ടോ അടിയിൽ. അങ്ങനെ അവരങ്ങോട്ട് പോവാം. വണ്ടി അങ്ങോട്ട് കടന്നു പോണ സമയത്ത് തന്നെയാണ് ആകാശ് വീട്ടിലേക്ക് വരുന്നത്. ആകാശ് നോക്കുമ്പോൾ അതിനകത്ത് മീനാക്ഷി. അയ്യോ മീനു, എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലായി. പേടിച്ച് പറിച്ച് നമ്മുടെ ദേവിയും മിത്രയും അനുമോളും ഒക്കെ ആയിട്ട് ഇവരെന്താ ചെയ്യുക, ദേവി ഓടിപ്പോയി ബാലനെ വിളിക്കാട്ടോ.
ആ സമയത്ത് ധർമ്മൻ ഫോണൊക്കെ കൊണ്ട് ബാലേട്ട അളിയ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പോഴാണ് പെട്ടെന്ന് ദേവിയുടെ കോള് വരണത്. ബാലനോട് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ ഒരു സംഭവം നടന്നു, എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നടന്നതെല്ലാം വിശദീകരിച്ച് പറയുകയാണ് കേട്ടോ. അത് കേട്ട് ബാലൻ അന്തം വിട്ടു പോകണം. ബാലൻ ചോദിക്കണം, മോളെ ഒന്ന് വ്യക്തമായിട്ട് പറ അച്ഛാ, ഇതൊക്കെയാണ് കാര്യം. അങ്ങനെ മീനാക്ഷിയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പോലീസ് എന്ന് പറയണം. അങ്ങനെ പേടിച്ചൊരു നിമിഷം ഇരിക്കുന്ന സമയത്ത് ധർമ്മൻ പോയ പോക്കിൽ തിരിച്ചു വരിക കേട്ടോ. അളിയാ അതാ ഈ ഫോണൊന്ന് നോക്കിക്കേ, വാർത്തയിലും ഒക്കെ ആയിട്ട് ദേ മീനാക്ഷി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മീനാക്ഷി കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ് വിജിലൻസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുപോലെ ദേ ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ ആ വീഡിയോയും കൂടെ കണ്ടപ്പോൾ ബാലൻ ആകെ തകർന്നു പോയി കേട്ടോ. ബാലൻ പെട്ടെന്ന് തന്നെ അവിടുന്ന്, എടാ നീ കടയിൽ തന്നെ ഉണ്ടാവണം, ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവാണ്. പക്ഷെ ധർമ്മം പറഞ്ഞിട്ടുണ്ട്, അളിയാ ഒന്ന് പറഞ്ഞിട്ട് പോയി എങ്ങോട്ടാണ് പോകുന്നത്? എടാ ഞാൻ ദേ വരുന്നു എന്നല്ലേ പറഞ്ഞത്, നീ അവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ഇതേ സമയത്ത് നമ്മുടെ മിത്രയും വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിട്ട് കുറച്ച് സമയം ആയെങ്കിലും മിത്രയുടെ വിവരങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാനും പറ്റുന്നില്ല. മിത്ര വിളിച്ചിട്ടുണ്ട്, ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ദേവിയും അനുമോളും കൂടെ ആകെ ആശങ്കയിലായി. അത് കഴിഞ്ഞിട്ട് ദേ ഗോമതി റെഡിയായി ഇറങ്ങുക കേട്ടോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ദേവി പറയുന്നുണ്ട്, അയ്യോ ദേവി ഇത് അമ്മ ഇപ്പോൾ സ്റ്റേഷനിലോട്ട് പോവല്ലേ, മിത്ര പോയിരിക്കുമല്ലേ, ഇതുവരെ അവൾ എന്താണെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പോലില്ലോ. അയ്യോ പോയിട്ട് അവളൊന്നും അറിയിച്ചില്ലേ? ഇല്ല. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. അമ്മ ഒന്ന് അടങ്ങി ഇവിടെ നിൽക്ക്. അമ്മ അവിടെ ചെന്ന് കരഞ്ഞും കണ്ണീരും ഒക്കെ ആകുമ്പോൾ മീനാക്ഷി തളർന്നു പോവും. അവിടെ ഉള്ള ധൈര്യം കൂടെ പോവില്ലേ? ഇപ്പം അമ്മ ചാടിക്കറി പോകാൻ പറ്റുമോ? ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ബാലച്ചൻ എന്തായാലും അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അവിടെ മീനാക്ഷി ജാമ്യത്തിലെടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും വീട്ടിൻ്റെ കാര്യം അടച്ച് രസീത് വേണം, അത് വേണം ഇത് വേണം, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് അറിയോ ഇതൊക്കെ എവിടെ ഇരിക്കണമെന്ന്? അമ്മയ്ക്കല്ലേ അറിയോ? അമ്മ വീട്ടിലുണ്ടാവണം. അമ്മ ഇപ്പം ദേവി ഇത് പോവരുത്. അവസാനം അങ്ങനെ അവർ പിടിച്ച് നിർത്താനായിട്ട് നമ്മളെ ഗോമതീനെ അങ്ങനെ പോകുന്നില്ല. ഈ സമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ മീനാക്ഷിയെ പിടിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്നിട്ട് അപ്പോൾ വിജിലൻസുകാർ പറയുന്നുണ്ട്, അതെ നിങ്ങൾ തെറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഈ ഒരു ഫോമിൽ നിങ്ങൾ സൈൻ ചെയ്ത് തരണമെന്ന് പറയാം. അപ്പോൾ മീനാക്ഷി പറയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഇതിൽ ഒപ്പിട്ട് തരേണ്ട ആവശ്യമില്ല സർ. ഞാൻ കടമായിട്ട് വാങ്ങിയ കാശാണ് ഞാൻ അവിടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ കൊണ്ടെത്തിച്ചത്. ഇത് എന്നെ ചതിച്ചത് ആരാണ്? സത്യം പുറത്തു വരികയും ചെയ്യും. പുറത്ത് വന്നോട്ടെ, മര്യാദയ്ക്ക് നിങ്ങൾ ഒപ്പിട്. പോലീസിനങ്ങോട്ട് ദേഷ്യം വന്നെടി, നിന്നോടല്ലേ പറഞ്ഞത് അങ്ങ് ഒപ്പിട്ട് തരാനായിട്ട്. മീനാക്ഷിക്കും ദേഷ്യം വരാം കേട്ടോ. ദേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ എടി പൊടി നീ വാ പോന്നൊന്നും വിളിച്ചേക്കരുത്. എനിക്കൊരു പേരുണ്ട്, മീനാക്ഷി. അങ്ങനെ ഒരു മര്യാദ തന്നു വേണം എന്നോട് സംസാരിക്കാൻ. പിന്നെ കൈക്കൂലി കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ട നിന്നെ ഇതിൽ കൂടുതൽ എന്ത് മര്യാദയാണ് നിന്നോട് കാണിക്കേണ്ട? ഒപ്പിടടി മര്യാദയ്ക്ക്. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ട് എഴുതിക്കേട്ടോ. മീനാക്ഷി അനങ്ങണ പോലും ഇല്ല. അപ്പോൾ ആ വിജിലൻസ് ഓഫീസർ പറയാം, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. അതെ മീനാക്ഷി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നിപ്പം നിങ്ങളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഇന്ന് നിങ്ങൾക്ക് എന്തായാലും ജാമ്യം തരാൻ കിട്ടാനൊന്നും പോകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ FIR ഇട്ട് കഴിയണമല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് എന്തായാലും നമ്മളിത് നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. നാളെയാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേയാണ്, കോടതി അവധിയാണ്. മറ്റന്നാൾ ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച മാത്രമേ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇത്രയും ദിവസം ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ അടുത്ത് നിങ്ങൾ ജീവിക്കുക എന്നുള്ളത് നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഇവരുടെ ഹരാസ്മെൻറ്റ് സഹിച്ച് നിങ്ങൾക്ക് പറ്റുമോ? അതിനേക്കാളും നല്ലത് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളിതിലങ്ങോട്ട് ഒപ്പിട്ട് തന്നേക്ക്. സാറേ, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിനതിൽ ഒപ്പിടണം? നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ആരിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചിട്ടുമില്ല, ഞാനത് ചോദിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ഒരാളുമല്ല. നിങ്ങൾക്ക് തെറ്റിപ്പോയി, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങളിതിൽ സൈൻ ചെയ്ത് തന്നേ പറ്റൂ. നിങ്ങളിപ്പോൾ തെറ്റുകാർ തന്നെയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടുമെന്നും പുറത്ത് പോകാനും എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അവസാനം പോലീസ് ചാടിയുണ്ട്, എടി നീ വിചാരിക്കുന്ന പോലെയല്ല, നിൻ്റെ അഹങ്കാരം തണ്ടൊന്നും ഇവിടെ കാണിച്ചേക്കല്ലേ, പറഞ്ഞ മനസ്സിലായല്ലോ. പെട്ടെന്ന് നീ ആലോചിച്ച് തീരുമാനം എടുത്തോ, ഞങ്ങൾ പുറത്ത് കാണും എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിനെ അവിടെ നിർത്തി ഇവരെല്ലാവരും കൊണ്ട് പുറത്തേക്ക് പോവാം. ഈ സമയത്ത് നമ്മുടെ ബാലൻ ഓടിപ്പടിച്ച് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മിത്രയും തൊട്ട് പിറകെ വരുവാണ് ഓട്ടോയിൽ. അവർ രണ്ടുപേരും തമ്മിൽ കാണും. അയ്യോ മോളെ, ശരി അച്ഛാ, നീ എന്താ ഇവിടെ? ഞാനിവിടെ ഏട്ടത്തി വന്നതാ. ഞാനും അത് അറിഞ്ഞിട്ട് തന്നെ മോളെ വന്നത്. എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ബാലൻ വീണ്ടും ചോദിക്കുമ്പോഴാണ് തൊട്ട് പിറകെ ആകാശ് ഓടി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ അച്ഛാ, എന്താ പറ്റി? എടാ എന്താ സംഭവിച്ചത്? മീനാക്ഷി എങ്ങനെയാണ് ഇതിൽ കുടുക്കിപ്പെട്ടത്? എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ മിത്ര പറയുന്നുണ്ട്, അതെ വീണ മാഡത്തിൻ്റെ 25,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു
ചേച്ചി. അപ്പോൾ അത് വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് ആകാശേട്ടൻ പറഞ്ഞത് അനുസരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയാട്ടോ. അപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞോ വീട്ടിലേക്ക് കൊണ്ടുവരാൻ? നീ എന്താ പറയണ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് ആകെ കൺഫ്യൂഷനായി കേട്ടോ. അപ്പോൾ ആകാശിനോട് അവരാണല്ലോ പറയുന്നത് ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം എന്ന്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പൈസയും കൊണ്ട് തന്നു. അങ്ങനെ ആകെ ഇവർക്കൊരു കൺഫ്യൂഷനായി. അങ്ങനെ ഇത്രയും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മീനാക്ഷി ചേച്ചി പറയണത് അവിടുന്ന് കടം വാങ്ങിയ പൈസയാണെന്ന്. പക്ഷേ ഇതിപ്പോൾ വിജിലൻസുകാർ കൊടുത്ത പൈസയാണ്. അങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്നും കൂടെ അറിയുമ്പോൾ ബാലനാകെ തകർന്നു കേട്ടു. ഇതിപ്പോൾ എങ്ങനെ തെളിയിക്കാൻ പറ്റും? ആകെ പെട്ടുപോയി. അങ്ങനെ ഇവർ 3 പേരും കൂടെ സ്റ്റേഷനിലകത്തേക്ക് കയറുകയാണ് നമ്മുടെ മീനാക്ഷിനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്